മോനെ ഈ ഒരു വള്ളി പോലെ പടർന്ന് കിടക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? ആ ഇതിന്റെ ഇതേ ഇത് നീരൂറ്റി എന്നാ അതിന്റെ പേര്. ഞാൻ ആദിവാസികളുടെ ഇടയിൽ പോയി കാട്ടിലൊക്കെ വനത്തിൽ ട്രൈബ്സൊക്കെ താമസിക്കുന്നില്ലേ, അവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ നീര് വരുമ്പോൾ അവരിത് അരച്ചിടും. എവിടെയും ചതവോ എവിടെയും കാല നീരൊക്കെ ഉണ്ടാകത്തില്ലോ. അപ്പോൾ നീരുണ്ടാകുന്ന സമയത്ത് ഇത് അരച്ച് ഈ സാധനം അരച്ചങ്ങിടും. അപ്പം നീര് പറ്റിപ്പോൾ അതിൻ്റെ നീരൂറ്റി എന്നാ അതിൻ്റെ പേര്. കണ്ടോ? നീരൂറ്റി. പിന്നെ ഇത് കണ്ടോ മോനെ? അശോകം കണ്ടോ? ഇത് നിറയെ പൂവായിരുന്നു കേട്ടോ. അശോകം അത് പോയി. അശോകാരിഷ്ടമുണ്ട്. അശോകാരിഷ്ടം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തൊലിയും പൂവും ഒക്കെ ഉപയോഗിച്ച് അശോകം. പിന്നെ ഇതിൻ്റെ പൂവെടുത്ത് തോരൻ വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. അശോകാരിഷ്ടം ഉണ്ടാക്കും, ആ തോരൻ വെക്കും. പിന്നെ ഇതാ മോനെ, മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഒരു മരുന്നിൻ്റെ പേര് മറന്നു പോയെന്ന്. ഇതിൻ്റെ പേര് കയ്യോന്നി. ഇപ്പോഴാണ് ഓർത്ത് ഞാൻ. കയ്യോന്നി കണ്ടോ? അതാ കയ്യോന്നി. ഇത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കും. തലയിൽ മുടി കിളുക്കാനും താരം മാറാനും ഒക്കെ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നത് ഇത് കയ്യോന്നി. കണ്ടോ? കയ്യോന്നി ഇപ്പം കണ്ടല്ലോ. മുമ്പേ ഞാൻ ചാച്ചി മറന്നു പോയതായിരുന്നു. പിന്നെ ഇത് കണ്ടോ? കസ്തൂരി മഞ്ഞൾ കണ്ടോ? കസ്തൂരി മഞ്ഞൾ മോനെ, കസ്തൂരി മഞ്ഞൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ ഇരിക്കുന്നു, മനസ്സിലായി? അപ്പൊ ചില കസ്തൂരി മഞ്ഞൾ ഇതിലെ ഇങ്ങനെ ഒരു നീല നിറമുള്ള അത് കസ്തൂരി മഞ്ഞളല്ല. യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മുറിച്ചാൽ വെളുത്തായിരിക്കുന്നത്, അല്ല മഞ്ഞ നിറമല്ല. നമ്മുടെ ഇവിടെ ഉണ്ട്, അവിടെ ഞാൻ ധാരാളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായി? കസ്തൂരി മഞ്ഞൾ കണ്ടോ? ഇതാണ് കസ്തൂരി മഞ്ഞൾ. പിന്നെ ഇത് കണ്ടോ? ഈ ചെടി കണ്ടോ? ഇത് കാട്ടുതുളസിയാ. ഇതും ഇതിന്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് നമ്മുടെ ദേഹത്ത് കുളിക്കാൻ നല്ലതാ. ഈ കാട്ടിലൊക്കെ നമ്മൾ പോയി കൊച്ചു സൂക്ഷ്മ ജീവികളൊക്കെ ശരീരത്തുണ്ടാവും. അപ്പോൾ ഇത് തിളപ്പിച്ച് വെള്ളം നമ്മൾ കുളിച്ചാൽ നമുക്ക് ആ സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ സഹായിക്കും. ഒപ്പം തന്നെ നമുക്ക് പനിയൊന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതും വെള്ളം ഇട്ട് കുടിക്കാൻ കൊള്ളാവുന്ന കാട്ടു തുളസി. ഇലയ്ക്ക് മണമുണ്ട്. മോനൊന്ന് പറിച്ച് മണപ്പിച്ച് നോക്കി. ഇപ്പോഴേ മണമുണ്ട്, പറിക്കാൻ തന്നെ മണമുണ്ട്. അടുത്ത് വന്നപ്പോൾ തന്നെ മണമാണ്, അല്ലേ? അപ്പോൾ വായുവിനൊക്കെ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അടുത്തത് കാണും. മോനെ ഇതാണ് കാട്ടുള്ളി. ഇതിനടി കായ ഉണ്ടാവും. ഈ കാട്ടുള്ളി, ആ ഉള്ളി എടുത്തിട്ട് ഈ കാലയിലൊക്കെ വെരിക്കോസ് വെയിൻ വരത്തില്ലേ? ചിലർക്കൊക്കെ വെരിക്കോസ് വെയിൻ വരും. ഇങ്ങനെ നിറം ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കത്തില്ല, വെരിക്കോസ് വെയിൻ. അതിനെ വെരിക്കോസ് വെയിൻ നിന്ന് പൊട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ട ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായി കാട്ടുള്ളി. കണ്ടോ? ഇതിനടി കായുണ്ട്. അതാ കാട്ടുള്ളി. അതാ കാട്ടുള്ളി. കണ്ടോ? അങ്ങനെയാണ്.